വെൽക്കം ടു ജെഡി വ്ലോഗ്സ്. ഇന്ന് നമ്മൾ നെല്ലിയാമ്പതി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? എത്തിയില്ല. നമ്മള് പോത്തുണ്ടി എത്തിയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പോത്തുണ്ടി വിശാലമായി ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നെല്ലിയാമ്പതി വിടാം. The beauty of പോത്തുണ്ടി. ആനപ്പുണ്ട അറിയാണ്ട് അറിഞ്ഞ് ചവിട്ടോ. Wild life zone, speed limit 30, drive slowly. പിന്നെ മറ്റേ കൊറേ നേരം ഇവിടെ മെയിൻ ആയിട്ടുള്ള കാണാൻ സ്ഥലങ്ങൾ എൻ പോയിന്റ് ഇല്ലല്ലോ. വ്യൂ പോയിന്റ് ഇതാർകൊണ്ട് വ്യൂ പോയിന്റ് അതാണ് മെയിൻ ആയിട്ട്. ഇതാർകൊണ്ട് വെള്ളച്ചാട്ടം ഇല്ലേ? ഭ്രമരം ഷൂട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതെവിടെ? ഭ്രമരം മമ്മൂട്ടിന്റെ. ഭ്രമരം മമ്മൂട്ടിയല്ലേ? അത് പോക്കിരിരാജ മോഹൻലാല്. പോക്കിരാജില് മോഹൻലാലും വിജയും. പോക്കിരാജില് മോഹൻലാലും വിജയും. ജില്ലയില് മമ്മൂട്ടിയും പൃഥ്വിരാജും. നമ്മുടെ സ്ഥലം കാണാം. അതാ ഒരു കൂളിംഗ് ഗ്ലാസ് ആരും മറന്നു വെച്ചിട്ടുണ്ട്. നമ്മ എടുത്താലോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നമുക്ക് നന്മ ചെയ്യാം ഗായ്സ്. അതൊരു പാവപ്പെട്ടവന് ഞാൻ ഒന്ന് കൊടുക്കും. ഇനി അത് കമന്റ് ചെയ്യും. ഗായ്സ് നല്ല ഗ്ലാസ് ആണ്. നമുക്ക് ഇതൊന്ന് റീഓപ്പൺ ചെയ്യാം. കമന്റ് മോള് കൊണ്ട് ഇവിടെ കുറച്ചേരം അതല്ല ഇവിടെ കളിച്ചിട്ട് ഇവിടെ വന്നതിനാണ് കൂളിംഗ് ഗ്ലാസ്. യെസ് ഐ ഗോട്ട് ഗൈസ്. ഐ ഗോട്ട് അല്ലെങ്കിൽ വയ്യാത്താണ്. ഇങ്ങോട്ട് വാ. പോയി കഴിഞ്ഞാൽ എല്ല് പോലും കിട്ടില്ല. പൊടിയാവും നീ. ബാച്ചിലർ ലൈഫ് ആണ്. തുപ്പി വെള്ള കാറ്റത്ത് എനിക്ക് മൊത്ത് കിട്ടിയ സാധനം വെള്ളക്കാർത്തിലൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു. ഇതൊരു 10 പുഷ പഠിക്കും. എന്നെ കൊണ്ട് താങ്ങില്ല ഞാൻ നിക്ക് പിടിക്കപ്പെട്ട. ഇത് എങ്ങനെയാണ് പഠിക്കല്ലോ? കാലിൽ ഇത് പോരാട്ടാ. എന്നെയും കൂടെ കൂട്ടു ഗൈസ്. അച്ചടാ ഒന്നൂടെ പ്രശ്നം എന്താണെന്നറിയോ? കയ്യും കാര്യം മുട്ടില്ല, വയറ് താഴെ മുട്ടുണ്ട്. ഒന്നുകൂടെ താഴെ തണ്ടിന്ന് ഇറങ്ങി. അല്ല നിന്നെയാണത്. ഇതൊന്ന് താഴ്ത്തേക്ക്. അപ്പോട്ടെ നഖം എടുക്കാൻ പറ്റില്ല. പുഷപ്പ് അടിക്കുകയാണ് ഈ 10. ഛർദിക്കുന്ന സൗണ്ട് അതേപോലെ നിക്കട്ടെ. മൈക്ക് എന്റെ അടുത്താണ്. And next, chest number 3. എണ്ണം കൂടുതൽ എടുത്തിട്ടുണ്ട്.
അച്ചോട്ട് 20 ആവാറായി. ഞാൻ 30 ഒരെണ്ണം കൂടുതൽ എടുത്തത്. ഇനി അപ്പോട്ട് കോച്ചാണ് ഞാൻ കാണിച്ചു ഞാൻ കോച്ചാണ്. ഒരു സ്ഥലത്ത് പോയി നിർത്തി കഴിഞ്ഞപ്പോ തല്ലുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളുടെ വായി നോക്കി നിന്ന് നല്ല രസമില്ല. ഇപ്പൊ അവിടെ അവന്റെ മറ്റേ അച്ഛൻ എന്റെ കൊച്ചുങ്ങളെ ഒറ്റയ്ക്കാക്കി വന്ന് ഞാൻ. അവന്റെ അച്ഛനിപ്പോ അലക്കന്നെ ഇപ്പൊ. അച്ഛനല്ല നമ്മള് കൊച്ചുങ്ങളെ നോക്കുന്നത്. അച്ഛനെ നോക്കിക്കോളൂ. ഒരു സ്ഥലത്ത് നോക്കിട്ട് അപ്പൊ ഗായ്സ് അത് കഴിഞ്ഞു. ഗായ്സ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകും. അതെ ഇനി അടുത്ത ഏതോ ഒരു വണ്ടിയിൽ ട്രാവലറിൽ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് പോയിട്ട് അപ്പൊ നേരത്തെ പോയ ട്രാവലർ നമ്മളെ നോക്കി അച്ചോടെ വെച്ച് പിടിച്ചോ. അവരെത്തുമ്പോൾ നമുക്ക് എത്തണം. അതെ എന്നിട്ട് അവിടെ പോയി കൂളിംഗ് ഗ്ലാസ് ഇട്ട് എനിക്ക് റെഡി ചെയ്ത് അവരിറങ്ങുമ്പോ ആദ്യം കൂളിംഗ് ഗ്ലാസ് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ നമ്മള് മുത്താണ് നമ്മള് കൂളിംഗ് ഗ്ലാസ്. അതെ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞ പോണ്ട നല്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ സീതാർകുണ്ട് വ്യൂ പോയിന്റ് നമ്മുടെ ക്യാമറാമാൻ അടിപൊളി ആയത് കാരണം ആ ഫൂട്ടേജ് നമുക്ക് കിട്ടിയില്ല. വിരമിക്കാൻ സമയമായി അടുത്ത ആളെ പ്രതീക്ഷിക്കുന്നു. അതെ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ ഫൂട്ടേജ് കിട്ടിയില്ല. അപ്പൊ നമ്മള് അതെ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ അവിടെ പോകണം. ഇത് ഭയങ്കര വിഷമത്തോടെ നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ കൊച്ചുങ്ങളൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടമായി. അത് തൊട്ടാവാടിയാണ്, അത് ചൊറിയലാണ്. ഇത് ചിഞ്ഞാണ്ടി വിചാരിച്ച് കഞ്ചാവിന്റെ ചിഞ്ഞാണ്ടിന് മീൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താ പേട്ടി കമന്റ് വേറെ എന്തെങ്കിലും വരാണ്ട് നോക്കിക്കോ. ഇല്ല ചിഞ്ഞാണ്ട ആശില്ല എന്റെ ഫാൻസ് കാര്യം പറയും. ഉപ്പും ഉറക്കം വരും മാറി കേട്. നല്ലൊരു ഫോട്ടോ എടുക്ക്. പൊട്ടിപ്പോയി. എനിക്ക് മാത്രം